നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റീൽസിന് വേണ്ടി ട്രെയിനിനടിയിൽ കയറി കിടക്കുന്നതും ട്രെയിൻ പോകുമ്പോൾ അതിനടിയിൽ ഫോൺ വെക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അബദ്ധത്തിൽ ട്രെയിനിനടിയിലായിപ്പോയാലുള്ള സംഭവം എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചെറിയകീഴിൽ സംഭവിച്ചത് അത്തരമൊരു അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. ട്രെയിൻ പരിശോധനയ്ക്ക് ഇറങ്ങിയ മാനേജർ, അതായത് ട്രെയിൻ ഗാർഡ്, അടിയിൽ നിൽക്കുമ്പോൾ, അതായത് ട്രെയിനിന്റെ താഴെ പാളത്തിൽ നിൽക്കുമ്പോൾ ട്രെയിൻ മുന്നോട്ട് എടുത്തു. പൊടുന്നനെ ട്രാക്കിൽ കമിഴ്ന്നു കിടന്നതിനാൽ യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കുണ്ടമൺകടവ് സ്വദേശിനി TK ദീപയാണ് വലിയൊരു ആപത്തിൽ നിന്നും പോറൽ പോലും ഏൽക്കാതെ ജീവിതത്തിലേക്ക് തിരികെ കയറിയത്. ദീപയ്ക്ക് മുകളിലൂടെ 2 കോച്ചുകൾ കടന്നുപോയെങ്കിലും ദീപ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാവിലെ ചിറയൻകീഴ് സ്റ്റേഷനിലാണ് നാടി നടുക്കുന്ന ഈ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് 9:15 പുറപ്പെട്ട നേത്രാവതി എക്സ്പ്രസിന്റെ കോച്ചിനടിയിൽ നിന്ന് പുക ഉയർന്നത് മുരുക്കമ്പുഴ സ്റ്റേഷനിലെ ജീവനക്കാരനാണ് ആദ്യം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ പരിശോധനയ്ക്കായി ചിറയൻകീഴിൽ നിർത്തി. എവിടെ നിന്നാണ് പുക ഉയരുന്നത് എന്ന് പരിശോധിക്കാനായി ദീപ ട്രെയിനിന്റെ അടിയിലേക്ക് ഇറങ്ങി. പരിശോധനയ്ക്കിടയിൽ ട്രെയിൻ മുന്നോട്ടെടുക്കുകയും ചെയ്തു. സംഭവം കണ്ട് ആളുകൾ ഉച്ചത്തിൽ ബഹളം വെച്ചതോടുകൂടി ട്രെയിൻ നിർത്തി. പൊടുന്നനെ ട്രാക്കിൽ കമിഴ്ന്നു കിടന്നതിനാൽ പരിക്കുകളൊന്നും കൂടാതെ ദീപയ്ക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ വോക്കി ടോക്കിലൂടെ ലോക്കോ പൈലറ്റുമാരെ ബന്ധപ്പെടാൻ ദീപ ശ്രമിച്ചിരുന്നതായും കണ്ടുനിന്നവർ പറയുന്നു. സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ എത്തിയാണ് ദീപയെ പുറത്തെടുത്തത്. ട്രാക്കിൽ വീണ ദീപയുടെ കാൽമുട്ടിന് പരിക്കേറ്റിട്ടുണ്ട്. കൊടി കാണിക്കുകയോ അല്ലെങ്കിൽ വോക്കി ടോക്കിലൂടെ അറിയിപ്പ് ലഭിക്കുകയോ ചെയ്യാതെ അതിനുശേഷം മാത്രമേ ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ മുന്നോട്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ ട്രെയിൻ എന്തടിസ്ഥാനത്തിലാണ് മുന്നോട്ടെടുത്തത് എന്ന് വ്യക്തമല്ല. ദീപ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കിക്ക് സാങ്കേതികത കരാർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുമുണ്ട്. ഡ്യൂട്ടി തുടർന്ന ദീപയെ കൊല്ലത്ത് റെയിൽവേ ആശുപത്രിയിലും തുടർന്ന് പേട്ടയിലെ റെയിൽവേ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് നിന്ന് മറ്റൊരു ഗാർഡിനെ നിയോഗിച്ച ശേഷമാണ് നേത്രാവതി സർവീസ് തുടങ്ങിയത്. സംഭവത്തെപ്പറ്റി റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തലനാടിലേക്കാണ് ദീപ രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.